ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കീഴാള ജനവിഭാഗങ്ങളിൽ നിന്നാണ് കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനം പ്രധാനമായിട്ട് ഉയർന്നു വന്നത്. ഇപ്പോൾ നമ്പൂതിരി സമുദായത്തിൽ പോലും പരിഷ്കരണത്തിൻ്റെ കാറ്റ് വിതക്കുന്നതിൽ അതിൻ്റെ സ്രോതസ്സ് നോക്കുമ്പോൾ കീഴാള ജനവിഭാഗങ്ങളുടെ ഈ നവോത്ഥാനമാണ്. കാരണം കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത കീഴാള ജനവിഭാഗങ്ങൾ ഈ നവോത്ഥാന പ്രസ്ഥാനം, മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളാണ് ഉയർന്നു വന്നതെങ്കിൽ കീഴാള ജനവിഭാഗങ്ങളിൽ തന്നെ നവോത്ഥാനത്തിൻ്റെ ദീപം കൊളുത്തപ്പെട്ടു എന്നതാണ്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. അതുകൊണ്ട് പുനർവായന, ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകളുടെ പുനർവായന. നിങ്ങൾ നോക്കൂ, ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യവും ഗ്രാൻഡ് ഡിസൈൻ്റെ ആവർത്തനം. ഇത് കേരളകൗമുദി പത്രാധിപരായിരുന്ന MS മണി എഴുതിയിട്ടൊരു പുസ്തകവും. ശിവഗിരി കുന്നിൽ AK ആൻ്റണി ഭരിക്കുന്ന കാലത്ത് ഒരു ലാത്തിച്ചാർത്ത്. അപ്പോൾ തീമേഘങ്ങൾ, ശിവഗിരി കുന്നിൻ്റെ മേൽ തീമേഘങ്ങൾ, അതിലാണ് ഗ്രാൻഡ് ഡിസൈൻ. അതിൽ അന്തരിച്ച സ്വാമി ശാശ്വതികാനന്ദ പറയുന്നൊരു കാര്യമുണ്ട്. ചെങ്കോട്ട് കോണം സ്വാമി കേരളത്തിൽ വന്നു, ശിവഗിരിയിൽ വന്നു, ശാശ്വതികാനന്ദയെ കണ്ടു. എന്നിട്ട് ഈ ചെങ്കോട്ട് കോണം സ്വാമി പറയുന്നത്, നമ്മൾ രണ്ടുപേരും ഒത്തുചേർന്നാൽ കേരളം ഇങ്ങോട്ട് പോരും. എന്തിനാ ഇങ്ങോട്ട് പോരുന്നത്? മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടിയിട്ടില്ല, രാഷ്ട്രീയാധികാരം സ്ഥാപിക്കാൻ വേണ്ടി. സംഗതി മനസ്സിലായത്? അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പിന്നോക്ക വിഭാഗത്തെ തങ്ങളുടെ വോട്ട് ബാങ്കാക്കി മാറ്റാനുള്ള ഗ്രാൻഡ് ഡിസൈൻ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മറ്റ് നവോത്ഥാന നായകന്മാരെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഗുരുവിൻ്റെ അനുയായികൾ ഈ വ്യത്യസ്തത ഉൾക്കൊള്ളുന്നവരായി തോന്നുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ നടേശൻ ചെയ്യുന്ന ഒരു കൃത്യം നമ്മൾ ചരിത്രത്തിലൂടെ നോക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം 2 തോണിയിൽ കാല് വെച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലേ? ഇങ്ങനെയാണ് 2 തോണിയിൽ കാല് വെക്കുന്നത്. അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി, പിന്നെയോ നവോത്ഥാന സമിതിയുടെ, കേരളത്തിലെ അന്നത്തെ ഗവൺമെൻറ് രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ നായകസ്ഥാനത്ത് വരിക. പിന്നെയോ മകനെ BDSൻ്റെ ജനറൽ സെക്രട്ടറി ആക്കുക. ആ BDS ആരുടെ കൂടിയ സംഘപരിവാർ ശക്തികൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രീതി നടേശൻ BJP സ്ഥാനാർത്ഥികളെ വെള്ളപൂശാൻ വേണ്ടി നടക്കുന്നു. സംഗതി മനസ്സിലായല്ലോ? ഈ ബഹുമുഖ വേഷം അത് കേരളീയ സമൂഹം തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ തരത്തിൽ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ തലപ്പത്തുള്ളവർ ശ്രീനാരായണ ദർശനത്തിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ക്ലിയറാണ്?